വേഗം എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ ജോർജ് ഊട്ടി പാസ്റ്റർ, സ്തോത്രം. അങ്ങനെ പലരും ഇതിനകത്തുണ്ട്. അവർക്കെല്ലാവർക്കും അതേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. നിങ്ങളെ ഒന്ന് കാണുവാനും ഒരുമിച്ചൊരു കൂട്ടായ്മ ആചരിപ്പാനും സർവശക്തനായ ദൈവം ഒരുക്കിയ ഈ അവസരത്തെ ഓർത്ത് ഞാനൊരു ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാലഘട്ടത്തില് ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്ന് തന്നെയാണ്. എന്ത് കർത്താവ് അരുളി ചെയ്യുന്നു അത് അതുപോലെ സംഭവിക്കും. അനേക രാജ്യങ്ങളിൽ പോയി അനേക രാജ്യങ്ങളിൽ സുവിശേഷം അറിയിക്കും. എന്നെ ദൈവം ഉപയോഗിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പലരിൽ കൂടി സംസാരിച്ചിട്ടുണ്ട്. ആയതുപോലെ ഈ പാൻഡമിക് പീരീഡിൽ, ഈ കാലഘട്ടത്തിൽ അനേക രാജ്യങ്ങൾ ദൈവം കൃപ തന്നു. ഓൺലൈനിൽ കൂടിയാണെന്ന് മാത്രമേ ഉള്ളൂ. പോയിട്ടില്ലാത്ത രാജ്യങ്ങളിലൊക്കെ സുവിശേഷം അറിയിക്കാൻ, ദൈവശബ്ദം കേൾപ്പിക്കുവാൻ ദൈവം ബലപ്പെടുത്തി. സ്തോത്രം. കഴിഞ്ഞ ഏകദേശം ഒരു 10 മാസത്തോളം പ്രദേശത്തായിരുന്നു. കഴിഞ്ഞ 3-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചേരുവാൻ ഇടയായത്. പ്രിയപ്പെട്ടവർക്കും നന്ദിയെ അറിയിക്കുന്നു. ഞങ്ങൾ കുടുംബമായി സുഖമായിട്ട് ഇരിക്കുന്നു കൃപയാൽ. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഉപവാസ പ്രാർത്ഥനയാണല്ലോ. ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ശക്തിയായി ഇടപെടേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കാം. ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. ഓബദ്യാവിന്റെ പുസ്തകം, ഓബദായ 18th വേഴ്സ്, 18ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അന്ന് യാക്കോബ് ഗൃഹം തീയും ഏശാവ് ഗൃഹം താളടിയും ആയിരിക്കും. അവർ അവരെ കത്തിച്ച് ദഹിപ്പിച്ചു കളയും. ഏശാവ് ഗൃഹത്തിന് ശേഷിപ്പ് ഉണ്ടാകയില്ല. ശ്രദ്ധിക്കുക, ഇതൊരു പ്രവചനമാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ കാണുന്ന പ്രവാചകന്മാരെ 2ആയി തരംതിരിച്ച് വേദ പണ്ഡിതന്മാര്, പഠിതാക്കളെ പഠിപ്പിക്കാറുണ്ട്. വലിയ പ്രവാചകരെന്നും ചെറിയ പ്രവാചകരെന്നും. അതിൽ ചെറിയ പ്രവാചകരുടെ കൂട്ടത്തിൽ ഒരധ്യായം മാത്രമുള്ള ഓബദ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ. ആ ഓബദ്യാവ് പ്രവാചകൻ ചെറിയ പ്രവാചകന്മാരുടെ വലിയ പ്രവചനങ്ങളാണ് അദ്ദേഹത്തിന്റെ നാവിൽ കൂടി ദൈവം പകർന്നത്. വലിയ പ്രവചനങ്ങൾ, അതായത് മറ്റു പലർക്കും ലഭിക്കാത്ത ചില ശബ്ദങ്ങളാണ് ഓബദ്യാവിന്റെ അധരങ്ങളിൽ കൂടി ദൈവം തമ്പുരാൻ പുറത്തേക്ക് വിട്ടത്. അന്ന് യാക്കോബ് ഗൃഹം ഒരു തീയും യോസെഫ് ഗൃഹം ഒരു ജ്വാലയും ആയിരിക്കും. ഏശാവ് ഗൃഹം താളടിയായിരിക്കും. യാക്കോബ് ഗൃഹം ഈ താളടിയായിരിക്കുന്ന ഏശാവ് ഗൃഹത്തെ കത്തിക്കും. ഏശാവ് ഗൃഹത്തിന് ശേഷിപ്പ് ഉണ്ടാകയില്ല. ഇതൊരു പ്രവചനമാണ്. ഇത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം,
ഗ്രഹവും തമ്മിൽ ശണ്ട തുടങ്ങിയിട്ട് കാലങ്ങൾ കുറച്ചൊന്നുമല്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തുടങ്ങിയതാണ് യാക്കോബ് ഗ്രഹവും ഏശാവ് ഗ്രഹവും തമ്മിലുള്ള ശണ്ട, വഴക്ക്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തുടങ്ങിയതായി ഇവർ രണ്ടുപേരും. അത് സ്റ്റിൽ ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ്, ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിന്റെ പ്രവചനം ഇവിടെ പറഞ്ഞിരിക്കുന്നു, യാക്കോബ് ഗൃഹത്തെ ദൈവം ഒരു തീയാക്കി മാറ്റാൻ പോകുകയാണ്. ഗൃഹത്തെ, യാക്കോബ് ഗൃഹത്തോട് എതിർത്ത് നിൽക്കുന്ന ഏശാവ് ഗൃഹത്തെ അവൻ താളടിയാക്കിക്കൊണ്ട് ഈ തീ ആ താളടിയെ കത്തിക്കും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു ദൂത് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് കൈമാറുക. നാളുകളായി നിങ്ങളോട് പൊരുതി നിന്ന, നാളുകളായി നിങ്ങളുടെ തലമുറയോട് വെല്ലുവിളിച്ചു നിന്ന, നന്മകളെ തടഞ്ഞു വെച്ചു നിന്ന ദുഷ്ടപിശാചിനെ കീഴ്പ്പെടുത്തുന്ന ദിവസം മുൻപിലുണ്ട് എന്നുള്ള കാര്യം നാം മറക്കരുത്. നിന്റെ ശരീരത്തോട് പൊരുതി നിന്ന രോഗബന്ധനത്തെ എന്റെ ദൈവം ശാസിക്കുന്നവനാ. ആത്മാവിന്റെ തീയിറക്കി ഊറാബ സന്തനാദാലാബ ഭൗഡമനഗതിയ ആ ആത്മാവിന്റെ തീക്കകത്ത് കത്തിച്ചു കളയേണ്ട അനുഭവങ്ങളെ അവൻ കത്തിച്ചു കളയുക തന്നെ ചെയ്യും. ഓ ഷാമാന വൈഡമന ഹതരഘടകസിയാല ഭൗഡേ മനന്തരഗതിയ ഹല്ലേലൂയ സ്തോത്രം. നാളുകളായി പൊരുതി, നാളുകളായി വെല്ലുവിളിച്ച് നിന്ന, എതിർത്ത് നിന്ന ആമിൻ അന്യായ ശക്തികൾ ആമിൻ തകരപ്പെടാൻ പോകുകയാണ്. അത് ദൈവത്തിന്റെ പ്രവചനമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശ്രദ്ധിക്കൂ, ഈ ഓബദ്യാവ് എന്ന പ്രവാചകൻ പ്രവചിച്ച കാണാൻ കഴിയും. അതിലൊന്നാണ് 21 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. വേഴ്സ് 21. ഏശാവിന്റെ പർവ്വതത്തെ ന്യായം വിധിക്കേണ്ടതിന് രക്ഷകന്മാർ സിയോൻ പർവ്വതത്തിൽ കയറി ചെല്ലും, രാജത്വം യഹോവയ്ക്കാകും. പ്രൈസ് ദി ലോർഡ്. അവൻ മറ്റു പലർക്കും കിട്ടാത്ത ഒരു വെളിപ്പാടാണ് ഓബദ്യാവ് പ്രവാചകന് കിട്ടിയത്. ഏതാ? രാജത്വം യഹോവയ്ക്കാകും. ഇതുവരെ അത് സംഭവിച്ചില്ല, അത് സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആമേൻ. രാജാതി രാജാവായി നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വാഴുന്ന കാലം അതിവിദൂരമല്ല, അത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. രാജത്വം യഹോവയ്ക്കാകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതുപോലെ പല പ്രവചനങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ അതിലേക്ക് പോകുന്നില്ല, എന്റെ ചിന്താവിഷയം അതല്ലാത്തത് കൊണ്ട്. സ്തോത്രം. ഈ ഓബദ്യാവിന് ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ ദൂതുകൾ ലഭിക്കാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഓബദ്യാവിന് ഇങ്ങനെ ഇത്രമാത്രം വലിയ ദൂതുകൾ ലഭിക്കാനിടയായത്? ആ ഓബദ്യാവ് എന്നുള്ള പേരിന്റെ അർത്ഥം നമ്മൾ പഠിക്കണം. ഓബദ്യാവ് എന്നുള്ള പേരിന്റെ അർത്ഥം, ഓബദ്യാവ് എന്ന് പറഞ്ഞാൽ, ഓബദയ എന്ന് പറഞ്ഞാൽ ഓബേദ് പ്ലസ് യാഗ്. ഓബേദ് പ്ലസ് യാഗ്. ഓബേദ് അധികം യാഗ്. ഓബദ്യാവ്. ഓബേദ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, വർഷിപ്പർ, ആരാധിക്കുന്നവൻ. ശ്രദ്ധിക്കണം, ഓബേദ് എന്ന പേരിന്റെ അർത്ഥം ആരാധിക്കുന്നവൻ. യാഹ് വിനോദ അല്ലേ? യാഹെന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഓബദ്യാവ് എന്ന പേരിന്റെ അർത്ഥം യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നവൻ. അപ്പൊ ആർക്കാണ് ശ്രേഷ്ഠമായ വെളിപ്പാടുകൾ ലഭിക്കുന്നത്? ആർക്കാണ് ശ്രേഷ്ഠമായ ദൂതുകൾ ലഭിക്കുന്നത്? ആമേൻ. എല്ലാവർക്കുമല്ല. ആത്മാവിൽ ആരാധിക്കുന്ന, യഹോവയായ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് ദൈവം ശ്രേഷ്ഠമായ ദൂതുകൾ കൈമാറും.
അങ്ങനെയെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ദാസനെ, ദൈവത്തിന്റെ ദാസിയെ, പ്രിയ ആരാധിക്കുന്ന പ്രിയ കുടുംബമേ, അവൻ പ്രിയ കുഞ്ഞെ, അതരമഷ്യാല ഘടകസ്യ, ദൈവം തമ്പുരാൻ നിനക്ക് ചിലത് വെളിപ്പെടുത്തുന്നവനാ. സ്തോത്രം. ആരാധന കുറയ്ക്കല്ലേ. ആരാധനയിൽ ചെറുതായി, ആരാധനയെ ചെറുതായി കാണരുത്. എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ആത്മാവിൽ നിറഞ്ഞു വേണം ആരാധിക്കുവാൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ശമരിയക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു, സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കും, ആരാധിക്കും. അങ്ങനെയെങ്കിൽ ആരാധന എങ്ങനെയാണ്? ആത്മാവിൽ നിറഞ്ഞാണ് ആരാധന. അതുകൊണ്ടാണ് അപ്പോസ്തലൻ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, പൗലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. അവിടെ കുറെ ശിഷ്യന്മാരെ കണ്ടപ്പോൾ പൗലോസ് അവരോട് ചോദിച്ച ചോദ്യം ഇതാ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഡിഡ് യു റിസീവ് ദ ഹോളി സ്പിരിറ്റ്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഇതാണ് പൗലോസിന് അറിയേണ്ടത്. സ്തോത്രം. അത്രമാത്രം പ്രാധാന്യമുണ്ട് അഭിഷേകം പ്രാപിക്കുന്നതിന്. കാര്യം മറ്റൊന്നുമല്ല, ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം അഭിഷേകം പ്രാപിച്ച് വേണം ദൈവ അഭിഷേകം പ്രാപിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനത്തിനായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം നിനക്ക് ചിലത് വെളിപ്പെടുത്തും. മറഞ്ഞിരിക്കുന്നത് ദൈവം വെളിപ്പെടുത്തും. ഗൂഢമായത് ദൈവം നിനക്ക് വെളിപ്പെടുത്തും. സ്തോത്രം. ഹല്ലേലൂയ. ആരാധന ചെറുതല്ല. ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, സ്തോത്രം. അറിയാം, യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അവനെ നാടുകടത്തി. പത്മോസ് ദ്വീപിൽ വന്ന് വീണ യോഹന്നാൻ അവൻ ദിവസങ്ങൾ എണ്ണി അല്ലേ? സൂര്യൻ അസ്തമിച്ചു, അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചു, ഇന്ന് ഇന്ന ദിവസമാണ്. അന്ന് സൂര്യൻ അസ്തമിച്ചു, അന്നേരം അവൻ ചിന്തിച്ചു, ഇന്ന് ഇന്ന ദിവസമാണ്. അങ്ങനെ കർത്തൃ ദിവസം എത്തി. സൂര്യൻ അസ്തമിച്ച് സൂര്യൻ ഉദിച്ച്, സൂര്യൻ അസ്തമിച്ച് സൂര്യൻ ഉദിച്ച്, അങ്ങനെ കർത്തൃ ദിവസം എത്തി. കർത്തൃ ദിവസമായപ്പോൾ യോഹന്നാൻ ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ, യെരൂശലേമിൽ മറ്റു പല സ്ഥലങ്ങളിൽ എന്റെ പ്രിയ സഹോദരങ്ങൾ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദിവസമാ. ദൈവത്തെ അവർ സ്തുതിക്കുകയാണ്, അവർ ദൈവത്തെ ആരാധിക്കുന്നു. ഞാനോ ഇവിടെ മുഴങ്കാൽ മടക്കാൻ ആരുമില്ല, എനിക്ക് കൈത്താങ്ങൽ തരാൻ ആരുമില്ല. സ്തോത്രം. ഒന്ന് പാട്ടുപാടി തരാൻ ആരുമില്ല, ഒന്ന് കൈയടിച്ച് കൂട്ടിന് കൈയടിച്ചു തരാൻ ആരുമില്ല, ഒരു സ്തോത്രം പറയാൻ ആരുമില്ല. ഇവൻ ഏകനാണെങ്കിലും യോഹന്നാൻ തളർന്നില്ല, അവൻ ക്ഷീണിച്ചില്ല. അവൻ ഒറ്റയ്ക്കാണേലും പത്മോസ് ദ്വീപിൽ കിടന്ന് യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മാവിവശനായി. സ്തോത്രം. അവൻ 1-ാം അധ്യായം വെളിപ്പാട് 1:10 നമ്മൾ വായിക്കുന്ന എടുക്കേണ്ട സമയമില്ലല്ലോ. അവൻ ദിവസത്തിൽ അവൻ ആത്മവിവശനായി, അവൻ ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് അവൻ വിവശതയിലെത്തി. ആത്മവിവശതയിൽ. ഓ റിമന ഹർഷമന ഘടകസിയ, ദൈവത്തിന്റെ ദാസനെ ദാസിയെ, നിന്നോടൊപ്പം ആരാധിക്കാൻ ആരുമില്ലെങ്കിലും, നിനക്ക് കൈത്താങ്ങൽ തരാൻ ആരുമില്ലെങ്കിലും, നിന്നോടൊപ്പം കൈയടിക്കുവാൻ ആരുമില്ലെങ്കിലും, നീ ഏകനായിട്ടാണെങ്കിലും ആരാധിക്കാൻ മുട്ടുമടക്ക്, ആരാധിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്ക്. ഇതാ ശക്തി അവൻ നിന്റെ മേൽ അയക്കുന്നു. ആരാധിക്കുന്നവന് ദൈവം വെളിപ്പാട് കൊടുക്കും. ആരാധിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. സ്തോത്രം. ഇവിടെ ഓബദ്യാവ് യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നവൻ.
അവന് കിട്ടിയ വെളിപ്പാടാണ് നമ്മൾ കുറിവാക്യമായി 18-ാമത്തെ വാക്യം വായിച്ചത്. അവൻ ഒരു തീയും യോസേഫ് ഗ്രഹത്തെ ഒരു ജ്വാലയും ഏശാവ് ഗ്രഹത്തെ താളടിയുമാക്കും. ഈ തീ ആ താളടിയെ കത്തിക്കും 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 കത്തിക്കും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സമയത്ത് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് സെഖരിയ പ്രവചനത്തിൽ കാണുന്ന 4 തീകൾ. ദ ബുക്ക് ഓഫ് ത്തിൽ കാണുന്ന 4 ഫയേഴ്സ്, 4 തീകൾ. അത് നമ്മുടെ ജീവിതമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി ഒന്ന് കമ്പയർ ചെയ്ത് നമുക്കൊന്ന് ഇന്ന് ചിന്തിക്കാം. സ്തോത്രം. സെഖരിയ പ്രവചനം എടുക്കാം. സെഖരിയ പ്രവചനത്തിലെ 1 കാണുന്ന തീയ്, അതിന്റെ 2-ാം അധ്യായം 5-ാമത്തെ വാക്യം, ചാപ്റ്റർ 2 വേഴ്സ് 5 ഞാൻ വായിക്കുന്നു. എന്നാൽ ഞാൻ അതിനു ചുറ്റും തീ മതിലായിരിക്കും. ഞാൻ മതിലായിരിക്കും. എ വാൾ ഓഫ് ഫയർ. എ വാൾ ഓഫ് ഫയർ. ഈ തീ എന്ന് പറയുന്നത്, ഞാൻ അതിന് ചുറ്റും തീ ആയിരിക്കുന്ന തീമതിൽ എന്ന് പറഞ്ഞാൽ ഫയർ ഓഫ് പ്രൊട്ടക്ഷൻ. ഫയർ ഓഫ് പ്രൊട്ടക്ഷൻ. നമുക്ക് സംരക്ഷണം നൽകുന്ന തീ. സംരക്ഷണം നൽകുന്ന തീ. സ്തോത്രം. ശ്രദ്ധിക്കുക, ഇവിടെ ദൈവതമ്പുരാൻ പറയുന്നു, ഞാൻ തീ മതിൽ ആയിരിക്കും. തീ മതിലായിരിക്കും. സ്തോത്രം. ശ്രദ്ധിച്ചേ, നമ്മുടെയൊക്കെ ചിലരുടെയൊക്കെ ധാരണ, നമ്മിൽ ചിലരുടെ ഒക്കെ ധാരണ, എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്, എന്റെ മിടുക്ക് കൊണ്ടാണ്, എന്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടാണ്, എന്റെ കുടുംബ ശ്രേഷ്ഠത കൊണ്ടാണ് ഞാൻ ഇതൊക്കെ നേടിയെടുത്തത് എന്ന് നമ്മിൽ ചിലര് ചിന്തിക്കാറുണ്ട്. നോ, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. വേദപുസ്തകം പറയുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രമാണ്. സ്തോത്രം. നമുക്ക് ഈ യോബിനോട് ചോദിക്കാം, യോബേ, നിനക്ക് ചുറ്റും ദൈവം ഒരു വേലി കെട്ടിയിട്ടുണ്ടെന്നുള്ളത് നിനക്കറിയാമോ? യോബ് പറയും, എനിക്കറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടുമില്ല. എന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഞാനത് കണ്ടിട്ടില്ല. എനിക്ക് ചുറ്റും, എന്റെ കുടുംബത്തിന് ചുറ്റും, എന്റെ സമ്പത്തിന് ചുറ്റും ഒരു വേലിയോ ഒരു ഫെൻസോ? നോ, ഞാനത് കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ ഓർത്തോണം, പിശാചിനറിയാം. പിശാചിനറിയാം. ചെന്ന് നിൽക്കുമ്പോ ദൈവം തമ്പുരാൻ ചോദിക്കുന്നുണ്ട്, യോബിലെ പുസ്തകം 1:10, നീ എന്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? ചോദിക്കുമ്പം സാത്താനെ ദൈവം തമ്പുരാനോട് പറഞ്ഞത്, നീ അവനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിരിക്കെ ഞാൻ എന്നാ ചെയ്യാനാ? ഞാൻ ആ വേലിയുടെ വെളിയിൽ പുറത്ത് നിന്നുകൊണ്ട് കൊഞ്ഞനം കാട്ടുകയല്ലാതെ എന്തോ ചെയ്യാൻ പറ്റും? നീ ആ വേലി ഒന്ന് പൊളിച്ചേ, അന്നേരം ഞാൻ കാണിച്ചു തരാം. കണ്ടോ? അപ്പൊ സാത്താൻ കണ്ടു ആ വേലി. നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്കത് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും പിശാചിനറിയാം. ഓ, ദൈവത്തിന്റെ പൈതലിന് ചുറ്റും, അവന്റെ നന്മയ്ക്ക് ചുറ്റും, അവന്റെ തലമുറയ്ക്ക് ചുറ്റും, അവന്റെ കുടുംബത്തിന് ചുറ്റും ദൈവം തമ്പ് ഒരു വേലിയിട്ടിട്ടുണ്ട്. സ്തോത്രം. അത് പിശാചിനറിയാം. കാരണം അവൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് അകത്ത് കയറാൻ, പലതും കാട്ടിക്കൂട്ടുവാൻ. ഇല്ല. ഹുറാബ സന്തനാദകക്ഷസിയ ദൈവത്തിന്റെ ദാസനെ
ചുറ്റും, നിന്റെ കുടുംബത്തിന് ചുറ്റും, നിന്റെ നന്മയ്ക്ക് ചുറ്റും, നിന്റെ ആരോഗ്യത്തിന് ചുറ്റും അവൻ ഒരു തീമതിലിട്ടിരിക്കുകയാണ്. ഒരു വേലി അവൻ കെട്ടിയിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം സൂക്ഷിച്ചില്ലെങ്കിൽ ഇയ്യോബിന് നിലനിൽപ്പുണ്ടായിരുന്നോ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവം വേലി കെട്ടിയത് കൊണ്ട് അവനും അവന്റെ തലമുറയും കുടുംബവും നിലനിന്നത്. സ്തോത്രം. ആ വേലി പൊളിച്ചപ്പം നമ്മൾ കണ്ടില്ലേ, വായിക്കുന്നില്ലേ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്? പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിനക്ക് നിന്റെ കുടുംബത്തിനും ദൈവം ഒരു വേലി കെട്ടിയിട്ടുണ്ട്, വേലി കെട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിശാചിന് കാണാം, പിശാചിന് കാണാം. ആമേൻ. ദൈവമക്കൾക്ക് ചുറ്റും ഒരു തീമതിൽ ദൈവം ഇട്ടിട്ടുണ്ട് ഒരു തീമതില്. നമ്മൾ 127 സങ്കീർത്തനം 1 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്തുവാ? യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ വാക്യം നോക്കിയ. ദൈവം പണിയുന്നില്ലെങ്കിൽ വൃഥാവാ, ദൈവം കാക്കുന്നില്ലെങ്കിൽ വ്യർത്ഥമാ. സ്തോത്രം. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ദൈവം നമ്മെ കാത്തതുകൊണ്ട്, നമ്മുടെ തലമുറയെ കാത്തതുകൊണ്ട്, നമ്മുടെ ബിസിനസിനെ കാത്തതുകൊണ്ട്, നമ്മുടെ ആരോഗ്യത്തെ കാത്തതുകൊണ്ട് മാത്രമാ നാം നിൽക്കുന്നത്. Praise the Lord. Hallelujah. എത്ര പേർ അത് തിരിച്ചറിയുന്നുണ്ട്? സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തില് കർത്താവ് പത്രോസിനെ നോക്കിക്കൊണ്ട്, നിങ്ങളെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റേണ്ടതിന് കേട്ടോ സാത്താൻ പലവട്ടം ചോദിച്ചെന്ന്. Praise the Lord. എന്നാൽ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ, നിങ്ങളുടെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ആമേൻ ഞാൻ ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചെന്ന്. Praise the Lord. സാത്താന്റെ കയ്യിൽ വിട്ടുകൊടുക്കരുതേ എന്ന് അപേക്ഷിച്ച ദൈവത്തോട്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, എത്ര വട്ടമാ സാത്താൻ ചുറ്റി നടന്നത്, എത്ര വട്ടമാ കളയാൻ പരിശ്രമിച്ചത്. എന്നാൽ വിട്ടുകൊടുക്കാത്തത് നമ്മുടെ ദൈവം തമ്പുരാനാ. നമ്മുടെ ദൈവം തമ്പുരാൻ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഇട്ട്, നമുക്കൊരു ചുറ്റുമതിലിട്ട്, ഒരു വേലിയിട്ട്, അത് തീമതിലായിട്ട് അവൻ നമ്മെ പരിപാലിച്ചത് കൊണ്ട് മാത്രമാ നാം നിൽക്കുന്നത്. റീമാന ഹർഷമന അതര ഘടകസിയാന എമ്മണ്ട് തകർന്നു പോകേണ്ട സ്ഥാനത്ത്, എമ്മണ്ട് നശിച്ചു പോകേണ്ടുന്ന സ്ഥാനത്ത്, ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു പോകേണ്ടുന്ന സ്ഥാനത്ത് ഓറാമ സന്തനാഥകക്ഷ ദൈവത്തിന്റെ ദാസനെ, ദാസിയെ, എന്റെ ദൈവം തമ്പുരാൻ വേലി കെട്ടി സൂക്ഷിച്ചില്ല. ഞങ്ങൾ അമേരിക്കയിലായിരുന്ന കാലഘട്ടത്തില് സ്തോത്രം കഴിഞ്ഞ മാർച്ച് ഒടുവിൽ ഏപ്രിൽ കൊറോണ അതിന്റെ ഭീകരതയിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ അമേരിക്കയിൽ അത് തേർവാഴ്ച നടത്തി ഇങ്ങനെ അത് പോകുന്ന കാലഘട്ടം. ആയിരങ്ങൾ ദിവസം തോറും ആയിരങ്ങൾ മരിച്ചു വീഴുകയാണ്. സ്തോത്രം. അക്കൂട്ടത്തിൽ ഞങ്ങൾക്കും കൊറോണ പിടിച്ചു. കൊറോണ എന്ന രോഗം എല്ലാവർക്കും ഭയങ്കര പനിയായി, വല്ലാത്ത കഷ്ടത്തിൽ ഞങ്ങളായി തീർന്നു. കൊറോണയാന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, പനിയായി കിടക്കുക, ഭയങ്കര പനി. സ്തോത്രം. എന്ന ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആവിയൊക്കെ പിടിക്കുകയും ഇൻഹേൽ ചെയ്യുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോയി. കുറച്ച് ദിവസങ്ങൾ, ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പനിയെല്ലാം മാറി, ചുമയെല്ലാം പോയി, എല്ലാം തീർന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, മക്കൾ, അവർക്ക് എന്തോ കാര്യത്തിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നപ്പോഴാ അവിടെ അവരുടെ റിസൾട്ട് വന്നത് അവർക്ക് ഈ ബ്ലഡിൽ കൊറോണയെ എതിർക്കാനുള്ള ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങൾക്ക് കൊറോണ വന്നെങ്കിലേ ഈ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകത്തുള്ളൂ എന്ന്. സ്തോത്രം.
ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവിടെ ഞങ്ങളുടെ മക്കൾ അവരുടെ കുടുംബത്തെ മുഴുവനും പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും ആമേന് സ്തോത്രം, അതിന്റെ ഇമ്മ്യൂണിറ്റി പവർ. അപ്പൊ കൊറോണ വന്നു. ഞങ്ങൾ പോയില്ല, ഞാനും എന്റെ വൈഫും. ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ലല്ലോ, വിസിറ്റിങ്ങിന് ഞങ്ങൾ പോയതാ. അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റിന് നല്ലൊരു തുക വേണം. അതുകൊണ്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങളെയും പിടിച്ചതാ. പക്ഷെ ദൈവം തമ്പുരാൻ കാത്തു, ദൈവം തമ്പുരാൻ കാത്തു. സ്തോത്രം. പ്രിയ ദൈവത്തിന്റെ പൈതലെ, നിന്റെ മിടുക്കല്ല, നിന്റെ കഴിവല്ല കേട്ടോ. ദൈവം നിനക്ക് ചുറ്റും ഒരു തീ മതിലിട്ടുകൊണ്ട് മാത്രമാ റിമാന ഹർഷമന വൈഡമനകസിയാല. ദൈവം നിനക്ക് ചുറ്റും ഒരു തീ മതിലിട്ട് വേലി കെട്ടി നിന്നെ കാത്തത് കൊണ്ട് മാത്രമാ ഇന്ന് ഈ സമയത്തും ഈ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുവാൻ കഴിയുന്നത്. സ്തോത്രം. എത്രയോ ശ്രമിച്ചതാ പാറ്റേണ്ടതിന്, ഗോതമ്പ് പാറ്റേണ്ടതുപോലെ പാറ്റിക്കളയുവാൻ എത്ര വട്ടം അവൻ പരിശ്രമിച്ചതാ. എന്നാൽ വിട്ടുകൊടുക്കാത്തത് നമ്മുടെ അരുമനാഥൻ, നമ്മുടെ അരുമനാഥൻ. അവൻ വിട്ടുകൊടുത്തില്ല. ദൈവത്തിന്റെ പൈതലേ, ഒരു കാര്യം ഓർത്തോണം. സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം എടുക്കണ്ട 10-ാമത്തെ അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞതാ, നിങ്ങളെ ആരും ഒരു നാളും എന്റെ കയ്യിൽ നിന്നോ എന്റെ പിതാവിന്റെ കയ്യിൽ നിന്നോ പിടിച്ചു പറി. എത്ര പേർ അത് തിരിച്ചറിയുന്നുണ്ട്? നമ്മുടെ കർത്താവ് പറഞ്ഞതാ, നിങ്ങളെ ആരും ഒരു നാളും എന്റെ കയ്യിൽ നിന്നോ എന്റെ പിതാവിന്റെ കയ്യിൽ നിന്നോ പിടിച്ചു പറിക്കയില്ല. ദൈവമൈതലേ, നീ അവന്റെ കയ്യിലാണ്, അവന്റെ ഉള്ളം കയ്യിൽ. ഓ ഹല്ലേലൂയ, സ്തോത്രം. ശത്രുവിന് പിടിച്ചു പറിക്കാൻ സാധ്യമല്ല. അവൻ എത്ര വട്ടം പരിശ്രമിച്ചെങ്കിലും റിമന ഹക്ഷമന ഘടകസിയ wall of fire ആയി അവൻ ചുറ്റും മതിലായി. ദൈവം നിന്റെ കുടുംബത്തിന് ചുറ്റും, നിന്റെ തലമുറയ്ക്ക് ചുറ്റും, സ്തോത്രം, നിന്റെ നന്മയ്ക്ക് ചുറ്റും, നിന്റെ ബിസിനസ്സിന് ചുറ്റും, നിന്റെ ആരോഗ്യത്തിന് ചുറ്റും. ഓ ഹല്ലേലൂയ. എത്ര പേർ അത് ഇന്ന് ഈ സമയത്ത് തിരിച്ചറിയുന്നുണ്ട്? ദൈവം ഒരു തീമതിലായി നിൽക്കുകയാണ്. മുൻപോട്ട് പോകുക. പ്രവചനത്തിൽ കാണുന്ന തീയ് നമുക്ക് ചുറ്റും അവനിട്ടിരിക്കുന്ന ഫെൻസ് ആകുന്ന തീയ്. എ വാൾ ഓഫ് ഫയർ. ദാറ്റ് ഇസ് ദ ഫയർ ഓഫ് പ്രൊട്ടക്ഷൻ. സംരക്ഷണത്തിന്റെ തീയ്. രണ്ടാമത്തെ തീ, സഖരിയാ പ്രവചനത്തിൽ കാണുന്ന രണ്ടാമത്തെ തീ 3-ാം അധ്യായം ചാപ്റ്റർ 3 വേഴ്സ് 2-ലുണ്ട്. 3-ന്റെ 2-ാം വാക്യം ഞാൻ വായിക്കുന്നു. യഹോവ സാത്താനോട്, യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരൂശലേമിനെ നിന്നെ ഭത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് പറഞ്ഞു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മഹാപുരോഹിതനായ യോശുവയുടെ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മഹാപുരോഹിതനായ യോശുവയെ, ആമേൻ, സ്തോത്രം, സാത്താൻ അവകാശം പറഞ്ഞുകൊണ്ട് വന്നു. അവന്റെ വസ്ത്രത്തിന്റെ പിടിച്ചുകൊണ്ട് സാത്താൻ വന്നപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞതാ, സാത്താനേ, ഞാൻ നിന്നെ ഭത്സിക്കുന്നു. ഇവനെ ഞാൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത ഒരു കൊള്ളിയാണ്. തീ. സ്തോത്രം. ഈ വലിച്ചെടുത്ത 2 സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, മോശയെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവന് മോശ എന്ന് പേരിട്ടു. സ്തോത്രം. ഇവിടെ മഹാപുരോഹിതനെ തീയിൽ നിന്ന് വലിച്ചെടുത്തു. സ്തോത്രം.
ദൈവം തമ്പുരാൻ വലിച്ചെടുത്തു. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഓർത്തുകൊള്ളുക. സ്തോത്രം. നിന്നെ ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ചിലതിനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, ചിലതിനെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ. റിമന ഹക്ഷമന ഘടകശിയാല ആമി ദൈവം നിന്നെ ഉപയോഗിപ്പാൻ പദ്ധതി ഇട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായി ആര് ഏൽപ്പിച്ചു കൊടുക്കും? നിന്റെ ഭവനം ആമേൻ അനേകർക്കൊരു ആശ്വാസമായി തീരുവാൻ. അതര ഘടകജ രഗത്തുനിയ. യെസ്, നിന്റെ നന്മകൾ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ അനുഭവത്തിലേക്ക്, അനേകരെ തീയിൽ നിന്നും വലിച്ചെടുക്കുന്ന അനുഭവത്തിലേക്ക് ആയി തീരേണ്ടതിന് യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞു, യഹോവേ, അടിയനിതാ, അടിയനെ അയക്കണമേ. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ അത് കാണുകയാണ്. സ്തോത്രം. അടിയനിതാ, അടിയനെ അയക്കണമേ. സ്തോത്രം. ഇന്ന് ഈ സമയത്ത് എത്ര പേർ ദൈവത്തോട് അതേ ദൈവമേ, I am submitting myself. I am surrendering myself. Oh Lord, you use me in your mighty hands. എത്ര പേർ ദൈവത്തോട് പറയും, കർത്താവേ, എന്നെ തന്നെ ഇതാ സമർപ്പിക്കുന്നു, നീ അടിയനെ ഉപയോഗിക്കണമേ, അവിടുത്തെ ശക്തിയുള്ള കരങ്ങളിൽ എന്നെ എളിയവനെ ഉപയോഗിക്കണമേ എന്ന് എത്ര പേർ ദൈവത്തോട് പറയും. സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ ഇതാ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയെന്ന് അങ്ങനെയെങ്കിൽ ഈ തീ ഏത് തീയാണ്? ശ്രദ്ധിക്കണം. ഒന്നാമത് നമ്മൾ കണ്ട സെഖറിയാ പ്രവചനത്തിൽ ഒന്നാമത് കണ്ട തീയ് ഫയർ ഓഫ് പ്രൊട്ടക്ഷൻ, സംരക്ഷണത്തിന്റെ തീ. ഫയർ ഓഫ് പ്രൊട്ടക്ഷൻ, സംരക്ഷണത്തിന്റെ തീ. അങ്ങനെയെങ്കിൽ ഈ തീ, രണ്ടാമത് കണ്ട ഈ തീ എന്ത് തീയാണ്? ഏത് തീയാണ്? അത് ഈ സെഖറിയാ പ്രവചനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 13-ാം അധ്യായം എന്നെടുക്കാം. 13-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. 9-ാം വാക്യം ഞാൻ വായിക്കുന്നു. യഹോവയുടെ അരുളപ്പാട്, 1/3 ഞാൻ തീയിൽ കൂടി കടത്തി ഊതിക്കഴിക്കും പോലെ അവരെ ഊതിക്കഴിക്കും, ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. ശ്രദ്ധിച്ചേ, തീയിൽ കൂടി ഊതിക്കഴിക്കുന്നത് പോലെ, പൊന്ന് ഊതിക്കഴിക്കുന്നത് പോലെ. അങ്ങനെ ഈ തീ ഏത് തീയാണ്? നമ്മള് രണ്ടാമത് കണ്ട 3-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിലെ തീയും 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ കണ്ട തീയും ഒന്ന് തന്നെയാണ്. ഏതാണ് ആ തീയ്? ദാറ്റ് ഈസ് ദ ഫയർ ഓഫ് അഫ്ലിക്ഷൻ. കഷ്ടതയുടെ തീ. അഫ്ലിക്ഷൻ, കഷ്ടതയുടെ തീയ്. ഓർത്തോണം, ഒരു വ്യക്തിക്കും കഷ്ടതയുടെ തീയിൽ കൂടി കടന്നുപോയേ മതിയാവും. പ്രതികൂലത്തിന്റെ തീയിൽ കൂടി, കഷ്ടതയുടെ തീയിൽ കൂടി കടന്നുപോയേ മതിയാവും. ആ തീയിൽ നിന്നാണ് ദൈവം നമ്മെ വലിച്ചെടുക്കുന്നത്. ആ വെള്ളി ഊതിക്കഴിക്കും പോലെ, വെള്ളി ഊതിക്കഴിക്കും പോലെ, പൊന്ന് ഊതിക്കഴിക്കും പോലെ തീയിൽ കൂടി അവൻ കടത്തിവിടുന്നു. For what purpose? ശോഭയുള്ളതായി പുറത്തു വരാൻ. വെള്ളി ഊതിക്കഴിക്കുന്ന തീയിൽ കൂടി കടത്തിവിടുന്നത് നമുക്കറിയാം. സ്വർണം, പൊന്ന് തീയിൽ കൂടി കടത്തിവിടുന്നത് നമുക്കറിയാം. എന്തിനു വേണ്ടിയാ? ശോഭയുള്ളതായി തിളങ്ങുന്ന അവസ്ഥയിൽ, കീടങ്ങളെല്ലാം മാറി തിളങ്ങുന്ന അവസ്ഥയിൽ അത് പുറത്തു വരുവാൻ വേണ്ടിയാ തീയിൽ കൂടി അവൻ കടത്തിവിടുന്നത്. എന്ന അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ ദാസനെ, ദാസിയെ, നിന്റെ
കഷ്ടതയാകുന്ന തീയ അത് നിന്നെ ദഹിപ്പിക്കുകയല്ല, അത് നിന്നെ തകർക്കുകയല്ല. ഈ കഷ്ടത നിന്നെ നശിപ്പിക്കാനല്ല, നിന്നെ ഇല്ലാതാക്കാനല്ല. പ്രത്യുത നീ ശോഭയുള്ളതായി തിളങ്ങുന്ന അവസ്ഥയിൽ നീ പുറത്തു വരാനാ. ഓ ആമേൻ, സ്തോത്രം. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ അല്ലേ, എന്നെ തകർക്കുവാനോ എന്നെ മൂടിക്കുവാനോ അല്ലല്ല, എന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. അല്ലേ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ട. സമയമില്ലാത്തതുകൊണ്ട് പാടി നിൽക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിലും ഞാൻ അവിടെ നിർത്തുക. സ്തോത്രം. നിന്നെ തകർക്കാനല്ല ഈ ശോധന, നിന്നെ നശിപ്പിക്കാനല്ല ഈ ശോധന. ദൈവത്തിന്റെ ദാസിയെ, പലപ്പോഴും നീ ദൈവത്തോട് ചോദിച്ചു, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ ശോധന, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ കഷ്ടത, ഈ തീ ഒരു തീയുടെ ചൂളയുടെ അനുഭവം എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ദൈവമേ എന്ന് നീ ചോദിച്ചു പോയിട്ടില്ലേ? ദൈവത്തിന്റെ ദാസിയെ, ദൈവത്തിന്റെ ദാസനെ, അത് നിന്നെ തകർക്കാനല്ല കേട്ടോ, അത് നിന്നെ നശിപ്പിക്കാനല്ല കേട്ടോ. ആ തീ വരുന്നത് നീ ശോഭയുള്ളതായി പുറത്തു വരാൻ വേണ്ടിയാ. സ്തോത്രം. നിന്നെ തകർക്കാനോ നിന്നെ മുടിക്കുവാനോ അല്ല ഈ ശോധന. പ്രൈസ് ദി ലോർഡ്. അവസ്ഥയിൽ തിളങ്ങുന്ന മുത്തുകളായി പുറത്തു വരുവാൻ വേണ്ടി അത്രേ ദൈവം നിന്നെ തീയിൽ കൂടി കടത്തി വിടുന്നത്. പ്രൈസ് ദി ലോർഡ്. തീയുടെ അനുഭവം, ശോധനയുടെ തീയ, ദാറ്റ്സ് ദി ഫയർ ഓഫ് അഫ്ലിക്ഷൻ. കഷ്ടതയുടെ തീയ അതേതൊരു ദൈവം ഇതിന്റെ ജീവിതത്തിലും കഷ്ടതയുണ്ട്. രോഗം വരും, ക്ലേശങ്ങൾ വരും. സ്തോത്രം. കഷ്ടതയുടെ തീ. എന്നാൽ അതിന്റെ നടുവിലും ദൈവത്തിന്റെ വൈദ്യുതി നീ തളർന്നു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്. സ്തോത്രം. കഷ്ടത നിന്നെ നശിപ്പിക്കാനല്ല, ഈ തീ നിന്നെ ദഹിപ്പിച്ചു കളയാനല്ല. വെള്ളി ഊതിക്കഴിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ശോഭയുള്ളതായി തിളങ്ങുന്ന അവസ്ഥയിൽ പുറത്തു വരാനാ. കഴിക്കുന്നത് നമുക്കറിയാം. പൊന്ന് ആ തീയിൽ കൂടി കടത്തി വിടുന്നത് അത് ശോഭയുള്ളതായി, എല്ലാ കീടങ്ങളും പോയി അത് ശോഭയുള്ളതായി തിളങ്ങുന്ന അവസ്ഥയിൽ പുറത്തു വരാൻ, മാറ്റു കൂടിയ അവസ്ഥയിൽ പുറത്തു വരാൻ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങൾക്കൊരു ദൂത് കൈമാറുകയാണ്. നീ തിളങ്ങുന്ന മുത്തായി, തിളങ്ങുന്ന മുത്തായി. ഓ റബ്നൽ ഘടകസ്യാല, ദൈവത്തിന് തിളങ്ങുന്ന അവസ്ഥയിൽ നീ പുറത്തു വരാൻ വേണ്ടി മാത്രമാ നേരിടുന്ന ഈ തീയുടെ അനുഭവം. ആമേൻ. വൈഡമനഗതിയ ആരൊടുക്കയോ ഇന്ന് ഈ സമയത്ത് ദൈവാത്മാവ് ഇടപെടുകയാണ്. വൈഡൽ മനന്തനഗതിയ ഉൽമനാധികരഘടകസ്യാല ബൗഡെ റേവൽ ഖജാര അസ്താറമാനിയ സന്തുനി അക്ഷകടകൻ ജാരകൾ കടന്തനെ ധൂമൽ പ്രവൈഡൽ മനന്തനഗതിയ. നിന്റെ ജീവിതത്തിൽ നേരിടുന്ന തീയുടെ അനുഭവം നിന്നെ തകർത്ത് കളയാൻ അല്ല കേട്ടോ, അല്ല കേട്ടോ, അല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത് നിന്നെ ശോഭയുള്ളതായി പുറത്തെടുക്കാൻ, ശോഭയുള്ളതായി പുറത്തെടുക്കാൻ വേണ്ടി എടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയായി ഇടപെടുന്നു. ആമേൻ. സ്തോത്രം. ഒന്നും ഫോട്ടോ ഒന്നും കാണാൻ, വീഡിയോ കാണുന്നില്ലെങ്കിലും മേഴ്സി റിയറോയ്, മേഴ്സി റിയറോ ദൈവാത്മാവ് ആ കുടുംബത്തോട് ശക്തിയായി ഇടപെടുകയാണ്. അർദ്ധജാരകധ്വനി വൈഡൽ മനന്തനഗതിയ തീച്ചൂളയുടെ അനുഭവം, തീയുടെ അനുഭവം. ആമിന കുടുംബത്തിൽ ആഞ്ഞടിച്ചത്, കടന്നു വന്നത് ദൈവത്തിന്റെ ദാസിയെ, ദൈവത്തിന്റെ ദാസനെ അത് തകർത്ത് കളയാനല്ല, ശോഭയുള്ള അവസ്ഥയിൽ, തിളങ്ങുന്ന അവസ്ഥയിൽ പുറത്തു വരുവാൻ വേണ്ടിയാണ്. ആമൻ. ശോധന, കഷ്ട
വൈഡൽ മനന്തനഗതി ഘടകജ രഗത്തുനിയ ഉല്ല മാനവ പ്രവൈഡൽ മെനീത്തനക്ഷസിയ. ആമീൻ. ഓർത്തുകൊള്ളുക, നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ പരാജയത്തിന്റെ ശബ്ദമല്ല, തോൽവിയുടെ നിലവിളിയല്ല, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം. ആമീൻ. ചിലരോടൊക്കെ ദൈവാത്മാവ് ശക്തിയായി ഇടപെടുകയാണ് ഈ സമയത്ത്. റീമ സന്തന തമാസി വൈഡൽ മനന്തനഗതി ഘടകജ രഗതല ഘടകസിയ. എന്തിനെന്റെ ജീവിതത്തിൽ ഈ കഷ്ടത? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ക്ലേശം, ഇങ്ങനെയുള്ള ദുഃഖം? ചിഹ്നം നിന്റെ മുമ്പിൽ ശത്രു കൊണ്ടിട്ട് നിന്നെ ക്ഷീണിപ്പിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ, ഇല്ല ദൈവത്തിന്റെ ദാസിയെ, ദൈവത്തിന്റെ ദാസനെ, ഇല്ലില്ല ഇല്ലില്ല. ഈ ശോധന നിന്നെ തകർക്കാനല്ല, ഈ കഷ്ടത നിന്നെ നശിപ്പിക്കാനല്ല. ഊറമ സന്തനാഥകശസിയ. നീ ശോഭയുള്ളതായി തിളങ്ങുന്ന മുത്തുകളായി പുറത്തു വരാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ തീയ് ശോധനയുടെ തീ, പരിശോധനയുടെ അഫ്ലിക്ഷൻ. മൂന്നാമത്തെ തീ സെഖരിയാ പ്രവചനത്തിൽ കാണുന്ന, പ്രാർത്ഥിക്കണമല്ലോ, സമയം വളരെയധികം ഓടിപ്പോകുന്നു. അതുകൊണ്ട് ഞാൻ വേഗം മുൻപോട്ട് പോവുകയാണ്. മൂന്നാമത്തെ തീയ് സെഖരിയാ പ്രവചനം 11-ാം അധ്യായം, 11-ാം അധ്യായം, അതിന്റെ 1-ാമത്തെ വാക്യം, 11-1. ലബാനോനെ, നിന്റെ ദേവദാരുക്കൾ തീക്ക് ഇരയായി തീരേണ്ടതിന് വാതിൽ. മൂന്നാമത് നമ്മൾ കാണുന്ന തീയ് ദഹിപ്പിക്കുന്ന തീ. ആർക്ക്? ആ പശ്ചാത്തലം അതായത് ഞാൻ ചുരുക്കി പറഞ്ഞേക്കാം, പിന്മാറ്റത്തിൽ പോയ ജനത്തിനെതിരെ, പിന്മാറ്റത്തിൽ പോയ ജനത്തിനെതിരെ ദൈവം അയച്ച തീയ ഈ കാണുന്നത്. ലബാനോനെ, നിന്റെ ദേവദാരുക്കൾ, ഈ ദേവദാരുക്കൾക്ക് തീക്കിരയായി. ദേവദാരുക്കൾ, ലബാനോനിലെ ദേവദാരുക്കൾ നമുക്കറിയാം, ദൈവം നട്ടതാണ്. 104-ാം സങ്കീർത്തനം അതിലെ 16-ാം വാക്യത്തിലാണെന്നു അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയുടെ വൃക്ഷങ്ങൾക്കോ തൃപ്തി വരുന്നു, അവൻ നട്ടിട്ടുള്ള ലബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ. 104-ാം സങ്കീർത്തനം അതിന്റെ 16-ാം വാക്യമാണെന്ന് തോന്നുന്നു. നോക്കി, ആണോ? അതെ, 16 തന്നെ. 104 തൃപ്തി വരുന്നു, അവൻ നട്ടിട്ടുള്ള ലബാനോനിലെ ദേവദാരുക്കൾ. അപ്പൊ ലബാനോനിലെ ദേവദാരുക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, God planted it. ദൈവമാണ് അതിനെ നട്ടത്. ലബാനോനിൽ അത് വളർന്നു വന്നതല്ല, ദൈവം കൊണ്ടുവന്ന് നട്ടതാ. ദൈവം കൊണ്ടുവന്ന് നട്ടതാ. നമുക്കും പറയാനുള്ള സാക്ഷ്യം അത് തന്നെയല്ലേ. നമ്മളാരും ഇവിടെ കിളിർത്തു വന്നതല്ല, വേറെ എവിടെയോ കിളിർത്തു വന്നത്. ദൈവം തമ്പുരാൻ കൊള്ളാമെന്ന് കണ്ടിട്ട് അവിടെ നിന്ന് പിഴുതെടുത്ത് കൊണ്ടുവന്ന് നട്ടതല്ലേ. എത്ര പേർ അത് തിരിച്ചറിയുന്നുണ്ട്? റൂഡമ സന്തനാഥകശസിയ. ലബാനോനിലെ ദേവദാരു ദൈവം നട്ടതാ. പക്ഷേ പിന്മാറ്റം വന്നു, പിന്മാറ്റം വന്നു, ദൈവത്തിൽ നിന്നും അകന്നു. ദൈവം തമ്പുരാൻ പറയുക, നീ തീക്കിരയാകും. പിന്മാറ്റം ജീവിതത്തിൽ വന്നാൽ ഒരു തീയുണ്ട്, അത് ദൈവം അയക്കുന്ന തീ, ദഹിപ്പിക്കുന്ന തീയ. സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, കുറയരുത്, വചനധ്യാനം കുറയരുത്, കണ്ണുനീര് കുറയരുത്, സ്തോത്രം, ഉപവാസം കുറയരുത്. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ മടങ്ങി വരാം, മടങ്ങി വരാം, മടങ്ങി വരാം. സ്തോത്രം. പിന്മാറ്റം വന്നാൽ
ഒരു തീയുണ്ട്, ഒരു തീയുണ്ട്. അപ്പൊ പിന്നാലെ വെച്ചിരിക്കുന്ന ദഹിപ്പിക്കുന്ന നാലാമത്തതും അവസാനത്തതുമായ തീയ്, നാലാമത്തതും അവസാനത്തതുമായ തീയ്. സഖറിയ പ്രവചനം വാക്യം, ചാപ്റ്റർ 12 വേഴ്സ് 6, 6-ാം വാക്യം. അന്നാളിൽ ഞാൻ യഹൂദ മേധാവികളെ വിറകിന്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കും. ശ്രദ്ധിച്ചേ, അന്നാളിൽ ഞാൻ യഹൂദ മേധാവികളെ തീച്ചട്ടി പോലെയും തീപ്പന്തങ്ങൾ പോലെയും ആക്കും. നാലാമത് കാണുന്ന തീയ് ഇവിടെ കാണുന്നു. അതേത് തീയാണ്? കത്താതെ കിടക്കുന്ന, ശ്രദ്ധിച്ചോണം എല്ലാവരും, കത്താതെ കിടക്കുന്ന ചിലതിനെ കത്തിക്കാൻ, ആമേൻ, കത്താതെ കിടക്കുന്ന ചിലതിനെ കത്തിക്കാൻ ദൈവം നിന്നെ സഹോദരി, സഹോദര, അവനൊരു തീപ്പന്തം ആക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ചാൽ തീ വ്യാപരിക്കും. ആമേൻ. നീ ഒരു സ്തോത്രം പറഞ്ഞാൽ തീ ഇറങ്ങും. ആമേൻ. നീ ഒന്ന് കൈയടിച്ചാൽ തീ വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, നിന്നെ അവൻ ഒരു തീപ്പന്തമാക്കും. എന്തിനു വേണ്ടി? ഫോർ വാട്ട് പർപ്പസ്? കത്താതെ കിടക്കുന്ന അനേകം വിറകുകളുണ്ട്. കത്താതെ കിടക്കുന്നതിനെ കത്തിക്കാൻ, ആമേൻ, ആമേൻ. ദൈവം നിന്നെ ഒരു തീപ്പന്തം ആക്കി മാറ്റുവാൻ പദ്ധതിയിട്ടിരിക്കുകയോ. എത്ര പേർ അത് ഏറ്റെടുക്കും? എത്ര പേർ ദൈവത്തോട് പറയും, ഓ ലോർഡ് മേക്ക് മീ ആസ് എ ഫയർ? എത്ര പേർ ദൈവത്തോട് പറയും, ഓ ലോർഡ് മേക്ക് മീ ആസ് എ ഫയർ? എന്നെ ഒരു തീപ്പന്തമാക്കണമേ എന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? പറഞ്ഞവസാനിപ്പിക്കാം. ആരെയാ തീപ്പന്തമാക്കുന്നത്? അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, അന്നാളിൽ ഞാൻ യഹൂദ മേധാവികളെ. ശ്രദ്ധിക്കണം, യഹൂദ, ആരെയാ തീപ്പന്തമാക്കുന്നത്? യഹൂദ മേധാവികളെ. ആമേൻ. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാമല്ലേ? യഹൂദ എന്താ അതിന്റെ അർത്ഥം? പ്രൈസ്, അതായത് സ്തുതി എന്ന. അങ്ങനെയെങ്കിൽ ഓർത്തോണം, ദൂത് പറയുക ഞാൻ, ഓർത്തോണം, സ്തുതിക്കുന്നവനെയാണ്, ആരാധിക്കുന്നവനെയാണ്, സ്തോത്രം പറയുന്നവനെയാണ് ദൈവം ഒരു തീപ്പന്തമാക്കി മാറ്റാൻ പോകുന്നത്. ഓ ഹല്ലേലൂയ. എത്ര പേർ നിന്റെ അധരങ്ങളെ ചലിപ്പിച്ച്, നിന്റെ കരങ്ങളെ ചലിപ്പിച്ച് ഇന്ന് ഈ സമയത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നീ ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ എന്റെ ദൈവം നിന്നെ ഒരു തീപ്പന്തമാക്കി മാറ്റുവാൻ. ഓ റിക്ക മാസ മന്ന ധാര ചാമാന വൈഡാൽ ഘടകര ഘടകര ഘടക സന്തന പുര വൈഡല ബൗഡമ ലേഖിതൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിന്നെ സ്തുതിക്കുന്ന നിന്നെ അവനൊരു തീപ്പന്തമാക്കി മാറ്റും. ഈ സമയത്ത് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ, എന്റെ കുടുംബത്തെ, എന്റെ തലമുറയെ, എന്റെ മകനെ, എന്റെ മകളെ, ദൈവമേ, എന്റെ ഹസ്ബൻഡിനെ, എന്റെ വൈഫിനെ, എന്റെ കുടുംബത്തെ, എന്റെ പപ്പ, എന്റെ മമ്മിയെ നീ ഒരു തീപ്പന്തമാക്കി മാറ്റണം. എത്ര പേർ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഒരു നിമിഷം
എല്ലാവരും വേദപുസ്തകം അടച്ചു വെക്കാം. സഖറിയ പ്രവചനത്തിലെ 4 തീകൾ നമ്മൾ കണ്ടു. 4 തീകൾ സംരക്ഷണം തരുന്ന തീ, സംരക്ഷണം തരുന്നത്. 2 ശോധനയുടെ തീ, പരിശോധനയുടെ തീ. 3 പിന്മാറ്റക്കാർക്ക് വേണ്ടിയുള്ള തീ, ദഹിപ്പിക്കുന്ന തീ. 4 നമ്മെ ഓരോരുത്തരെയും അവൻ തീപ്പന്തമാക്കും, തീപ്പന്തമാക്കും. ഇന്ന് ഈ സമയത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ സൂം മീറ്റിംഗ്, ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദാസനെ, ദാസിയെ, നീ ആയിരിക്കുന്ന ദേശത്ത് ദൈവം തമ്പുരാൻ നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ ഒരു തീപ്പന്തമാക്കി ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുകയാണ്. തലമുറയുടെ വിഷയത്തിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദാസനെ, ദാസിയെ, മക്കളുടെ വിഷയത്തിൽ ഭാരത്തോടെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന നിനക്ക് വേണ്ടി കരുതുവാൻ ദൈവം മതിയായത്. കുടുംബങ്ങൾക്ക് തലമുറയെ കൊടുക്കാതെ ശത്രു തടഞ്ഞു വെച്ച് പൊരുതി നിൽക്കുന്ന, വെല്ലുവിളിച്ചു നിൽക്കുന്ന അനുഭവത്തിന്റെ മേൽ ഇന്ന് ഈ സമയത്ത് ദൈവം നിന്റെ കുടുംബത്തിന് തലമുറയെ തരുവാൻ ഈ ദൈവം മതിയായവൻ. സ്തോത്രം. തലമുറയില്ലാത്ത കുടുംബത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക്. അതേ ദൈവമേ, എന്റെ കുടുംബത്തിന് തലമുറയില്ല, എന്റെ കുടുംബത്തിന് തലമുറ വേണം. കുടുംബം ആയിക്കഴിഞ്ഞാൽ അതിന് തലമുറ ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. അത് ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് തലമുറ ഉളവായി വരണം. ഇന്ന് ഈ സമയത്ത് ആര് ദൈവസ്ഥലത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു തലമുറയിൽ മകനെ ഓർത്ത് ഭാരപ്പെട്ട് ഞരങ്ങുന്ന പിതാവേ, മാതാവേ, നിന്റെ മകൻ നഷ്ടപ്പെട്ടു പോകത്തില്ല, നിന്റെ മകൻ നഷ്ടപ്പെട്ടു പോകത്തില്ല, നിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകത്തില്ല. അവനെ ഒരു തീപ്പന്തമാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. തീപ്പന്തമാക്കി മാറ്റും. നീ ആയിരിക്കുന്ന ദേശത്ത് നിന്നെ ഒരു തീപ്പന്തമാക്കി മാറ്റും. ഇന്ന് ഈ സമയത്ത് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവമേ, എന്നെ നീ ഒരു തീപ്പന്തമാക്കണമേ. കത്താതെ കിടക്കുന്ന ചിലതിനെ കത്തിക്കാൻ, ചിലതിനെ കത്തിക്കാൻ എന്നെ നീ ഉപയോഗിക്കണമേ എന്ന്. യൂസ് മീ ലോർഡ്. ദൈവമേ, നീ എന്നെ ഉപയോഗിക്കുന്ന എത്ര പേർ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ അതായത് സ്കിന്നില് സ്കിൻ ഡിസീസ് ബാധിച്ച് സ്കിന്നിന്മേൽ പൊരുതി നിൽക്കുന്ന ഒരു പോരാട്ടം ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. എന്റെ കർത്താവ് നിന്റെ സ്കിന്നിന്മേലുള്ള, ത്വക്കിന്മേലുള്ള രോഗത്തെ അവൻ ശാസിക്കുന്ന ദൈവമാണ്. അടമന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ ആയതുപോലെ വേദന അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിത്വമേ, എന്റെ കർത്താവ് നിന്നെ തൊട്ട് സൗഖ്യമാക്കുന്ന സമയമാണ്. നിന്റെ മുതുകിലുള്ള വേദനയെ എന്റെ കർത്താവ് എടുത്തു മാറ്റാൻ പോകുക. റൈറ്റ് നൗ, ഈ നിമിഷം തന്നെ എന്റെ ദൈവം അത് നീക്കുന്നവനാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു.
ഇന്ന് ഈ സമയത്ത് എനിക്ക് പ്രാർത്ഥന വേണം, എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. എന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. എന്റെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ കുഞ്ഞിന്റെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ, സ്തോത്രം. എന്നെ അലട്ടുന്ന രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് തലമുറയില്ല, ഞങ്ങൾക്ക് തലമുറ വേണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. പ്രാർത്ഥന ആവശ്യമുള്ള ജീവിതങ്ങൾ വീഡിയോ കഴിയുമെങ്കിൽ ഓണാക്കിയാൽ അതേ സ്തോത്രം കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒരു സാവകാശം കൂടെ ഉണ്ടാകുമല്ലോ. വീഡിയോ കഴിയുമെങ്കിൽ ഓണാക്കിയാൽ ആമേൻ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. വൈഡമനഹതനഘടകസിയ സ്നേഹവനായ സ്വർഗീയ പിതാവേ, ഇന്ന് ഈ സമയത്ത് വിവിധ ദേശങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ വീഡിയോ കോൺഫറൻസിങ്ങിൽ കൂടി ഈ മീറ്റിംഗിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായും അടിയൻ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവേ, കരങ്ങൾ ഉയർത്തി അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു വേഴാമ്പൽ മഴയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് ആകാശത്തേക്ക് കണ്ണു നട്ട് കാർമേഘമടല കരമുയർത്തി അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന ഈ ജനത്തിനു വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. നാഥ, അപ്പ അവിടുത്തെ കരം, ഈ ഉയർത്തിയ കരങ്ങളെ തൊടണമേ. പത്രോസിന്റെ അമ്മാവിയമ്മയുടെ കൈക്ക് അവിടുന്ന് തൊട്ട ഉടനെ അവൾക്ക് സൗഖ്യം സംഭവിച്ചല്ലോ. അവൾ ക്ഷണത്തിൽ എഴുന്നേറ്റ് അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ഞങ്ങൾ വായിക്കും പോലെ ഇന്ന് ഈ സമയത്ത് ഈ കരങ്ങളെ, യെസ് റൂഡമന ഹർഷമന ഘടകസിയ, ഈ കരങ്ങളെ അപ്പ അവിടുന്ന് അവിടുന്ന് വിടുവിക്കുന്ന സൗഖ്യദായകൻ, അവിടുന്നാണ് വിടുവിക്കുന്നവൻ. ഓ, അവിടുന്ന് കരങ്ങളെ തൊട്ടത് ഞാൻ ആത്മാവിൽ കാണുന്നു. അതെ കർത്താവേ, നിന്റെ നാമത്തിനാലുള്ള വിടുതൽ ഈ ജീവിതങ്ങൾ ശരീരത്തിൽ മാത്രമല്ല, അവരുടെ മനസ്സിനും അവരുടെ സാമ്പത്തിക വിഷയങ്ങൾക്കും അവരുടെ മാനസിക ഭാരങ്ങൾക്കും അവരുടെ കുടുംബ വിഷയങ്ങൾക്കും ഒക്കെ അത് വെളിപ്പെട്ടു വരട്ടെ. വിടുതലുകളായി അത് വെളിപ്പെടട്ടെ കർത്താവേ. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം, അവിടുന്ന് അത് പ്രവർത്തിച്ചതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് തരുന്നു. ഇവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമായി തീരട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന്റെ ദാസനോടുള്ള ഹൃദയം നിറഞ്ഞ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. സഭയിലുള്ള എല്ലാവരെയും, ജോറൂട്ടി പാസ്റ്റർ, മറ്റ് ദൈവദാസന്മാര്, ദൈവദാസിമാര്, അവരെയൊക്കെ എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി, വെറും പറച്ചിലല്ല, ആത്മാർത്ഥമായി അതേ പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ വീണ്ടും കാണാം. ഒരു വട്ടം കൂടെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമസ്കാരം.